അടുത്തത് എങ്ങനെ കസ്റ്റമറിന് ഈ ഫുള്ള് പൈസയും ക്യാഷ് ബാക്ക് പോലെ കൊടുക്കാൻ പറ്റുന്നതാണ്. അതിലെ ട്രേഡിന്റെ ഡിജിറ്റൽ കോമേഴ്സിന്റെ ബേസിലുള്ള ട്രേഡ് തന്നെ കൊറോണ വരുന്നതിന് മുമ്പ് നമുക്കൊരു ഇതുപോലത്തെ ഒരു ക്രൈസിസ് നമ്മൾ കണ്ടിട്ടില്ല. ഇമ്പോർട്ടന്റ് കാര്യം അദ്ദേഹത്തിന് യാതൊരു ഡിജിറ്റൽ ഒരു ഇൻവെന്ററി മാനേജ് ചെയ്യേണ്ട, അദ്ദേഹത്തിന് ഓഫീസ് വേണ്ട, വാട്ട് എവർ യു വാണ്ടഡ്, ഈവൻ ഗോൾഡ് വാങ്ങാം, കാർ വാങ്ങാം. വലിയ വലിയ ബ്രാൻഡുകൾക്ക് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനുള്ള എല്ലാ പോസിബിലിറ്റീസും ഉണ്ട്. ചെറുകിട വ്യവസായങ്ങൾക്കും കച്ചവടക്കാർക്കും ഇത് എക്സ്പാൻഷൻ വലിയൊരു നൈറ്റ്മെയർ. ബേസിക്കലി കമ്പ്യൂട്ടർ ഉപയോഗിക്കാനും ജനങ്ങൾ ഇത് പറഞ്ഞു കൊടുക്കാനുള്ളതാണ്. അപ്പൊ ഇത് ഇന്നത്തെ സാഹചര്യത്തിൽ റിലവന്റ്. ഫ്രണ്ട്സ് നമസ്കാരം, ഗോപകുമാറാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള നല്ല ബിസിനസ് ആശയങ്ങളാണ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ ചർച്ച ചെയ്യാറുള്ളത്. ഇന്ന് വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു സൂപ്പർ ബിസിനസ് ഹൗസിനാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ബിസിനസ് ഹൗസത്തിന് 3 പ്രത്യേകതകളുണ്ട്. ഇതിൽ ഒന്നാമത്തെ പ്രത്യേകത പറഞ്ഞാൽ ഇത് റിസ്ക് ഫ്രീ ആണ്. രണ്ടാമത്തെ പ്രത്യേകതയാണ് അതിനെക്കാട്ടും വലിയത്, ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ പത്ര ഏജൻസി ആയിട്ടുള്ള ടൈംസ് ഗ്രൂപ്പ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അതിനെക്കാട്ടും വേറൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രത്യേകത വെച്ചാൽ ഓൾറെഡി കറൻ്റ്ലി കമ്പനിയുടെ വാല്യൂഷൻ എന്ന് പറയുന്നത് 6800 കോടി രൂപയിൽ മുകളിലാണ്. ഇത്രയും സോളിഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ബ്രാൻഡ് നമുക്ക് തരുന്ന ഒരു സൂപ്പർ ബിസിനസ് ഹൗസിനാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. ഞാൻ 2 വ്യക്തികളെ പരിചയപ്പെടാനിടയായി. അതിനകത്ത് ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈ ഒരു സ്ഥാപനത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ വിഷൻ, കമ്പനിയുടെ വിഷൻ, കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു. അതുകൂടാതെ ഇതിൻ്റെ കേരളത്തിലുള്ള ചാനൽ പാർട്ട്ണറായിട്ടുള്ള വേറൊരു വ്യക്തിയെ ഞാൻ പരിചയപ്പെടുന്നത്. അപ്പോൾ അവരുടെ ആയിട്ട് ഞാൻ ഇൻട്രാക്ട് ചെയ്തിട്ടുള്ള വളരെ ക്രിസ്പ് ആൻഡ് ഷോർട്ട് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ശകലവും, അതേപോലെ തന്നെ ഈ ഒരു ബിസിനസ് അവരിലൂടെ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന രീതിയിലാണ് ഈ ഒരു വീഡിയോ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ എസെൻസ് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ എന്താണ് ബിസിനസ്, എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒട്ടും താമസിക്കുന്നില്ല, വെൽക്കം ടു വീഡിയോ. സ്ഥാപനത്തിൻ്റെ പേര് ഗ്ലോബൽ ഗാർണർ എന്നാണ്. 2016 തുടങ്ങിയ ഈ സ്ഥാപനം 2023-24 ആകുമ്പോഴേക്കും 6800 കോടി രൂപയുടെ ഒരു വാല്യൂഷനിൽ എത്തി നിൽക്കും. ഒരുപാട് ഇന്ത്യയിൽ തന്നെ ഒരുപാട് കസ്റ്റമർ ബേസ് ഉള്ള ഒരുപാട് ബിഗ് കമ്പനീസ്, ബ്രാൻഡഡ് കമ്പനീസ്, കൊളാബറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അതുമാത്രമല്ല, റീസെൻ്റ്ലി അവർ റുപേ കാർഡ് അങ്ങനെയുള്ള പുതിയ ട്രാൻസാക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊജക്റ്റുകളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു ടേൺ ഓവറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ഇത് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞാൻ കോട്ടയത്ത് വെച്ചിട്ട് ഇതിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള മിസ്റ്റർ അമ്പാട്ട് വിനീഷ് സർ, അദ്ദേഹത്തിന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. സ്ഥാപനത്തിന്റെ ഫുൾ വിശേഷങ്ങൾ ഒരു ഇന്റർവ്യൂ രൂപത്തിലാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഗ്ലോബൽ ഗാർണർ ലോകത്തെ ആദ്യത്തെ ഡിജിറ്റൽ കോമേഴ്സ് പ്ലാറ്റ്ഫോം ആണ്. വെൻഡേഴ്സിന് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാം, ഒരു പൈസയും കൊടുക്കണ്ട. കസ്റ്റമേഴ്സിന് ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നതിലൂടെ ഒത്തിരി ബെനിഫിറ്റുകളുണ്ട്, ഇൻക്ലൂഡിങ് ഒരു ഒറ്റ സിംഗിൾ പ്ലാറ്റ്ഫോമിൽ എല്ലാ ട്രാൻസാക്ഷനും ചെയ്യാൻ പറ്റുന്നു. അവർ സ്പെൻഡ് ചെയ്യുന്ന പണം അവർക്ക് അതേപടി തിരിച്ചു കിട്ടാൻ പാകത്തിനുള്ള ക്യാഷ് ബാക്ക് പ്രോഗ്രാംസ് ഈവൻ 2% തുടങ്ങി 100% അതിന് മുകളിൽ വരെ പ്രോസസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ അതിനകത്തുണ്ട്. അങ്ങനെ വലിയ യൂണീക്കാണ്. നമ്മൾ ഈ വീഡിയോ കാണുന്ന നമ്മുടെ ഈ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഈ ഗ്ലോബൽ ഗാർണർ വഴി നമുക്ക് എങ്ങനെയൊക്കെ ബിസിനസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും, എന്താണ് ശരിക്കും ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്ന് ഡിഫൈൻ ചെയ്യും? ഓക്കെ, ഗ്ലോബൽ ഗാർണറിന്റെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ 2 തരത്തിലാണ് അതിലുള്ളത്. ഒന്ന്, ഗ്ലോബൽ ഗാർണറിന്റെ കോർ പ്ലാറ്റ്ഫോമിന്റെ ഫ്രാഞ്ചൈസി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്, ബിസിനസ്സിലുള്ളവർക്ക് അവരുടെ വരുമാനം കൂട്ടാൻ, അല്ലെങ്കിൽ പുതിയ ഡിജിറ്റൽ ഏരിയയിലേക്ക് ബിസിനസ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചു വരുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് ഈ പ്ലാറ്റ്ഫോമിന്റെ ഫ്രാഞ്ചൈസി വാങ്ങാം. അതിന് യുപോസ് എന്നാ പറയുക, യൂണിവേഴ്സൽ പോയിന്റ് ഓഫ് സെയിൽ. അപ്പൊ അവർക്ക് ഞങ്ങളുടെ സോഫ്റ്റ്വെയർ കൊടുക്കും, സോഫ്റ്റ്വെയർ കൊടുത്തിട്ട് അവർക്ക് ബേസിക് ട്രെയിനിങ് കൊടുക്കും. അപ്പൊ അത് അവര് വാങ്ങുക, ആ ട്രെയിനിങ് ഉപയോഗിക്കുക. അതിനുശേഷം അവർ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ, കസ്റ്റമേഴ്സിന്റെ ഈ പ്ലാറ്റ്ഫോം ആപ്പ് ഉപയോഗിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാം. അപ്പൊ ഓരോ പ്രാവശ്യവും കസ്റ്റമേഴ്സ് ഈ ആപ്പ് ഉപയോഗിക്കുമ്പോൾ വരുന്ന ട്രാൻസാക്ഷന്റെ ഒരു ചെറിയ ശതമാനം ഇവർക്കുള്ളതാണ്. കാരണം ഇവരാണ് ആ പ്ലാറ്റ്ഫോമിലേക്ക് ഇവരെ കൊണ്ടുവന്നത്, ഇവരെ ഹെൽപ്പ് ചെയ്തു. അപ്പൊ അതാണ് എക്സാക്ട്ലി. അപ്പൊ ഫ്രാഞ്ചൈസിക്ക് ഒരു ഏർണിംഗ് പൊട്ടൻഷ്യൽ ഉണ്ട്. പിന്നെ അടുത്തത്, നമുക്ക് ഈ ടെക്നോളജി ഞങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനായിട്ട് യുപോ സ്റ്റോറുകൾ, ഈ ലൈസൻസ് കൊടുക്കാൻ എല്ലാവർക്കും കിട്ടില്ല. അത് സെലക്ടഡ് കുറെ ആളുകൾക്കേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് ലിമിറ്റഡ് ക്വാണ്ടിറ്റി ആണ്, അത് പോപ്പുലേഷൻ അനുസരിച്ച് അത് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ചാനൽ പാർട്ട്നേഴ്സിനെ ഞങ്ങൾ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. അതിന് ഞങ്ങൾ നോക്കുന്നത് പ്രൊഫഷണൽസ്, ബാക്ക്ഗ്രൗണ്ട് ഉള്ളവര്, ഈ ഡിജിറ്റൽ കോമേഴ്സിന്റെ സാധ്യതകൾ മനസ്സിലാക്കാൻ കഴിവുള്ളവര്, അങ്ങനെയുള്ളവർ ചാനൽ പാർട്ട്നേഴ്സ് ആക്കുന്നുണ്ട്. അപ്പോൾ ചാനൽ പാർട്ട്ണറിന് സാധ്യതയുണ്ട്,
കോമേഴ്സിന്റെ സ്റ്റോറുകൾ നടത്തുന്നവർക്കും സാധ്യതയുണ്ട്. സാർ, അത് ഐഡിയൽ യുപോ സ്റ്റോർ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ് ശരിക്കും? ആർക്കൊക്കെ ഒരു യുപോ സ്റ്റോർ എടുക്കാൻ പറ്റും? ഒരു ഐഡിയൽ കസ്റ്റമർ ആരാണ് യുപോ സ്റ്റോറിന്റെ ലൈസൻസിന്റെ? ഓക്കെ, യുപോ സ്റ്റോർ കൊടുക്കാൻ വേണ്ടി ഒരു ഐഡിയൽ ആയിട്ട് ഞങ്ങൾ നോക്കുന്ന യങ് ക്രൗഡിനെയാണ്. കൂടുതൽ കമ്പ്യൂട്ടർ ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകൾ, ബിസിനസ് ചെയ്യാൻ എന്റർപ്രണർ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ബിസിനസ് ചെയ്യുന്ന അവരാണ് ഏറ്റവും ഐഡിയൽ. അവരെ സംബന്ധിച്ച് ഇപ്പൊ എക്സിസ്റ്റിംഗ് ബിസിനസ്സിനുള്ള പല പ്രോബ്ലംസും ഉണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ച് യാതൊരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ എക്സ്ട്രാ ഇൻവെസ്റ്റ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചറിൽ വേണ്ട, സ്റ്റോക്കോ കാര്യങ്ങളോ അങ്ങനെയുള്ള ഇൻവെന്ററി മാനേജ്മെന്റോ കാര്യങ്ങളോ ഇല്ല. കാരണം എവരിത്തിങ് ഡിജിറ്റലൈസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ അവർക്ക് ഞങ്ങളുടെ ലൈസൻസ് വാങ്ങാം. ഇപ്പൊ ഒരു മൊബൈൽ ഷോപ്പ് നടത്തുന്ന ആളെന്ന് കരുതുക, ഫോർ എക്സാമ്പിൾ. അദ്ദേഹത്തിന് ഞങ്ങളുടെ ലൈസൻസ് മേടിച്ചാൽ മതി. പുള്ളിക്ക് ഓൾറെഡി ഒരു എക്സിസ്റ്റിംഗ് കസ്റ്റമർ ബേസ് ഉണ്ട്. സ്ട്രേറ്റ് ഞങ്ങളുടെ ലൈസൻസ് വാങ്ങുക, കടയിൽ ബോർഡ് കൊടുത്താൽ മതി യുപോ സ്റ്റോർ ആണെന്നുള്ള രീതിയിൽ. അപ്പൊ അവിടെ ഇരുന്ന് അദ്ദേഹത്തിന് എല്ലാ പ്രോഡക്റ്റുകളും വിൽക്കാം. ഈ പ്രൊഡക്റ്റുകൾ എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെയാണ് വരിക? ഏകദേശം 36 ലക്ഷം കടകളാണ് ഞങ്ങളുടെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഓൾറെഡി എല്ലാ മെഗാ ബ്രാൻഡുകളും ഓൾറെഡി ഉണ്ട്. ഇനിയിപ്പോ പുതിയതായിട്ട് ലോക്കൽ ഷോപ്പുകളൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ അതിനകത്ത് ഈവൻ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നിങ്ങൾക്ക് ഈ പ്ലാറ്റ്ഫോമിലൂടെ കസ്റ്റമറിന് വാങ്ങാം. റൈറ്റ് ഫ്രം ഗ്രോസറീസ്, മെഡിക്കൽ തിങ്സ്, ഫ്യൂവല്, ഇലക്ട്രിസിറ്റി, മൊബൈൽ ഫോൺ ബിൽ പേയ്മെന്റുകള്, എന്തോ വാട്ട് എവർ യു വാണ്ട്, ഈവൻ ഗോൾഡ് വാങ്ങാം, കാർ വാങ്ങാം. നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പ്ലാറ്റ്ഫോമിലുണ്ട്. ഇമ്പോർട്ടന്റ് കാര്യം, അദ്ദേഹത്തിന് യാതൊരു ഡിജിറ്റൽ ഒരു ഇൻവെന്ററി മാനേജ് ചെയ്യേണ്ട, അദ്ദേഹത്തിന് ഓഫീസ് വേണ്ട, സ്റ്റാഫ് വേണ്ട, ഒന്നും വേണ്ട. അദ്ദേഹത്തിന് ഈവൻ വീട്ടിലിരുന്ന് തന്നെ ബിസിനസ് ചെയ്യാം. അതാണ് ഇതിന്റെ ഇത് വെരി യൂണീക്ക് ആയിട്ടുള്ള മോഡലാണ്. ഓപ്പർച്യൂണിറ്റി ഉള്ളത് ചാനൽ പാർട്ണർക്കാണ്. അപ്പൊ ചാനൽ പാർട്ണറുടെ മെയിൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യുപോ സ്റ്റോറുകൾ ലൈസൻസ് ഞങ്ങൾക്ക് കൊടുക്കാൻ പാകത്തിലുള്ള കാൻഡിഡേറ്റ്സിനെ ഐഡന്റിഫൈ ചെയ്യുക, അവരെ ഇന്റർവ്യൂ ചെയ്യുക, അവരെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് എന്റെ അടുത്ത സുഹൃത്ത് ചാനൽ പാർട്ണർ ഇവിടെ ഉണ്ട്, മിസ്റ്റർ ഗണേഷ്, അദ്ദേഹമായിട്ട് ചോദിച്ചോളൂ. അദ്ദേഹം ഇന്നത്തെ ഒരു മാർക്കറ്റ് കണ്ടീഷൻ പറയുകയാണെങ്കിൽ കേരളത്തിലെ പല റീറ്റെയിൽ ഷോപ്പുകളിലും ബിസിനസ് വളരെ താന്നു, കോമ്പറ്റീഷൻ വളരെ കൂടി, വലിയ മൾട്ടിനാഷണൽ കമ്പനികളുടെ ഷോറൂമുകൾ പഞ്ചായത്ത് തോറും പോലും വരുന്നുണ്ട്. ഇതിനെ പല ആൾക്കാർക്കും ഈ ഒരു കോമ്പറ്റീഷനിടയിൽ അവരുടെ ഡേ ടു ഡേ സർവൈവൽ പോലും പ്രശ്നമായിട്ടുള്ള ധാരാളം ആൾക്കാരെ നമുക്കറിയാം. ഇവിടെയുള്ള ഏറ്റവും വലിയ ഗുണം ഈ ലൈസൻസ് എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച്, ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ചെരുപ്പ് കട നടത്തുന്ന ഒരാൾക്ക് അദ്ദേഹത്തിന്റെ കടയിൽ അദ്ദേഹം വാങ്ങി വെച്ചിരിക്കുന്ന ഒരു ചെരുപ്പ് കൊടുത്താൽ മാത്രമേ അദ്ദേഹത്തിന് ഇൻകം കിട്ടുള്ളൂ. ഒരു മൊബൈൽ ഷോപ്പിന് ആ മൊബൈൽ ഷോപ്പിൽ വന്നൊരു പല ആൾക്കാർ, ഇന്ന് യങ്സ്റ്റേഴ്സ് ഒക്കെ മൊബൈൽ ഷോപ്പിൽ വന്ന് മോഡൽ നോക്കിയിട്ട് പോകുന്നു, ഒരു ഓൺലൈൻ ആയിരിക്കും ചിലപ്പോൾ ഓർഡർ ചെയ്യുന്നത്. അങ്ങനെ ഒരാളെ പോലും ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് വിട്ടാൽ അവരെ ശരിയായ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചാൽ അവർ ആമസോണിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിയാൽ പോലും അവർക്ക് ക്യാഷ് ബാക്കും കിട്ടും, ഇവിടെ ഈ ഷോപ്പ് ഓണർക്ക് ഇൻകം കിട്ടും. അവർ നാളെ പോയി എന്ത് ട്രാൻസാക്ഷൻ ഈ പ്ലാറ്റ്ഫോമിലുള്ള ഏത് പ്രോഡക്റ്റ് വാങ്ങിയാലും ഏത് വെണ്ടറുടെ നിന്ന് വാങ്ങിയാലും അവർക്ക് ഇൻകം കിട്ടും. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു ബിസിനസ് ഡൈവേഴ്സിഫൈ ചെയ്യാൻ നിൽക്കുന്നവരോ പുതുതായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ നിൽക്കുന്നവരോ ഈ പ്ലാറ്റ്ഫോമിലുള്ള ഏത് പ്രോഡക്റ്റ് വാങ്ങിയാലും ഏത് വെണ്ടറുടെ നിന്ന് വാങ്ങിയാലും അവർക്ക് ഇൻകം കിട്ടും. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു ബിസിനസ് ഡൈവേഴ്സിഫൈ ചെയ്യാൻ നിൽക്കുന്നവരോ പുതുതായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ നിൽക്കുന്നവരോ ഇത് സീറോ റിസ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കെയിലബിൾ ആയിട്ടുള്ള ബിസിനസ് ആണെന്നുള്ളതാണ് ഇതിനകത്ത് പ്രത്യേകത. ഒരു ചാനൽ പാർട്ണർ ആവുക കഴിഞ്ഞാൽ വളരെ യുണീക്ക് ആയിട്ടുള്ള ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയുടെ ഭാഗമാകുക എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ് തിങ്. അതായത് വേൾഡിലെ ട്രേഡിന്റെ ഡിജിറ്റൽ കോമേഴ്സിന്റെ ബേസിലുള്ള ട്രേഡ് തന്നെ ചേഞ്ച് ആവുകയാണ് ഈ മോഡലിലൂടെ. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റിയിലുള്ള ഒത്തിരി ആളുകളെ എംപവർ ചെയ്യാൻ പറ്റും. അതാണ് അയാളുടെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. രണ്ടാമത് മോണിറ്റൈസേഷൻ സ്ട്രാറ്റജി ചാനൽ പാർട്ണർക്ക് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അപ്പോയിന്റ് ചെയ്യുന്ന ഓരോ ഡിജിറ്റൽ കോമേഴ്സ് ഔട്ട്ലെറ്റുകളുണ്ട്, ഈ യുപോസ് എന്ന് പറയുന്നത്. ഈ യുപോസ് ജനറേറ്റ് ചെയ്യുന്ന വരുമാനത്തിന്റെ ഒരു സർട്ടൻ പെർസെന്റേജ് ചാനൽ പാർട്ണറുള്ളതാണ്. അത് പെർമനന്റ് ആണ്. യുപോസ് എന്ന സോഫ്റ്റ്വെയർ ആണ്. ആ സോഫ്റ്റ്വെയർ കൊടുക്കുമ്പോൾ അതിലൂടെ ഒരു സെയിൽ കൺസൾട്ടിംഗ് ഫീസ് കൂടാതെ ഇതിൽ വരുന്ന ജനറേറ്റ് ചെയ്യുന്ന റവന്യൂവിന്റെ ഭാഗം ഈ ചാനൽ പാർട്ണറുള്ള, അതും പെർപ്പച്വലായി 80 വർഷത്തേക്കാണ് ഞങ്ങൾ ലൈസൻസ് കൊടുക്കുന്നത്. സോ 80 വർഷത്തേക്ക് പറഞ്ഞാൽ വെരി ഹ്യൂജ് ഏർണിംഗ് ആയിരിക്കും അദ്ദേഹത്തിനുണ്ട്. പക്ഷെ ഒരു പ്രോബ്ലം, അത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആളുകൾക്കേ കിട്ടുള്ളൂ. ആദ്യം വരുന്ന കുറച്ച് പേരെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം വെരിഫൈ ചെയ്തിട്ട് അവരെ അപ്ലൈ ചെയ്യണം. എന്നിട്ട് അവർക്ക് ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, അവരുടെ ബാക്ക്ഗ്രൗണ്ട് തരാം. ബാക്ക്ഗ്രൗണ്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അവരെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യും, അവരോട് ഡിസ്കസ് ചെയ്തിട്ട് അവരുടെ ബാക്ക്ഗ്രൗണ്ട് വെരിഫൈ ചെയ്തിട്ട് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ചാനൽ പാർട്ണർഷിപ്പ് കൊടുക്കും. ഇന്ന് വലിയ വലിയ ബ്രാൻഡുകൾക്ക് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനുള്ള എല്ലാ പോസിബിലിറ്റീസും ഉണ്ട്. ചെറുകിട വ്യവസായങ്ങൾക്കും കച്ചവടക്കാർക്കും ഇത് എക്സ്പാൻഷൻ വലിയൊരു
നൈറ്റ്മെയറാണ്. അതായത് ഒരു ബിസിനസ്സിൽ പൈസ ഇട്ട് കഴിഞ്ഞാൽ ലാഭം കിട്ടുമെന്ന് അറിയില്ല, അതായത് എത്രമാത്രം റിസ്ക് എടുക്കണം, അവർക്ക് നല്ല കോമ്പിറ്റൻസി കാണില്ല, ഇങ്ങനെ പല ഇഷ്യൂസ് ഉണ്ട്. ഇപ്പൊ എന്റെ കടയുടെ തൊട്ടടുത്തൊരു വലിയ മാൾ വന്നു കഴിഞ്ഞാൽ എന്റെ ബിസിനസ് പോയി. അപ്പൊ ഇങ്ങനെയുള്ളവരെ പിടിച്ചു നിർത്തണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഡിജിറ്റലൈസേഷൻ മാത്രമേ ഉള്ളൂ. ഡിജിറ്റലൈസേഷൻ ഗുണം എന്താ വെച്ചാൽ ഇൻഫ്രാസ്ട്രക്ചർ വേണ്ട, വലിയ ഇൻവെസ്റ്റ്മെന്റുകൾ വരുന്നില്ല, ഒത്തിരി മാൻ പവർ വരുന്നില്ല. ബിക്കോസ് എവറിത്തിങ് ഇസ് ഡിജിറ്റലൈസ്ഡ് ആൻഡ് ഗിവൺ. അവരെ സംബന്ധിച്ച് ഒരേ ഒരു സ്കില്ല് മതി, ബേസിക്കലി കമ്പ്യൂട്ടർ ഉപയോഗിക്കാനും ജനങ്ങൾ ഇത് പറഞ്ഞു കൊടുക്കാനുള്ള അറിവ്. അപ്പൊ ഇത് ഇന്നത്തെ സാഹചര്യത്തിൽ റിലവന്റ് ആണ്. ഇന്ത്യയിലെ ഡിജിറ്റൽ കോമേഴ്സ് മാർക്കറ്റ് ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ഡോളേഴ്സിന്റെ മാറുകയാണ്. അപ്പൊ ഇത് വലിയ വിപ്ലവങ്ങൾക്ക് സാധ്യതയും മുന്നിൽ തുറന്നു വെച്ചിരിക്കുന്ന ഒരു ടെക്നോളജിയാണ് ഗ്ലോബൽ ഗാർഡൻ. ആർക്കും ഒന്നും നഷ്ടപ്പെടാതെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന മോഡലാണ്. നിങ്ങളൊരു റുപേ കാർഡ് ലോഞ്ച് ചെയ്തു പറഞ്ഞു, അതെന്താണ് സർ സംഭവം? യെസ്, ഇറ്റ്സ് ഫസ്റ്റ് ടൈം. ഒരു വെരി യുണീക്ക് ആയിട്ട് ചെയ്തിരിക്കുന്ന കാര്യമാണ്. ഞങ്ങള് പ്രീ ലോഡഡ് റുപേ കാർഡുകൾ മാർക്കറ്റിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോ ഈ കാർഡ് വാങ്ങാം, നമുക്ക് ഏത് കസ്റ്റമറിനും ഈ കാർഡ് വാങ്ങാം. കാർഡ് വാങ്ങിയിട്ട് അതിൽ ലോഡ് ചെയ്യാം, അന്ന് സ്പെൻഡ് ചെയ്യാനുള്ള പൈസ എത്രയാണ് ആ പൈസ എവിടെ ഏത് ഔട്ട്ലെറ്റിലും സ്വൈപ്പ് ചെയ്താൽ മതി. അപ്പൊ എത്ര രൂപ സ്വൈപ്പ് ചെയ്തോ, എത്ര രൂപ ലോഡ് ചെയ്തോ, ആ പൈസ അതേപോലെ തിരിച്ചു കിട്ടും. രണ്ട് ബെനിഫിറ്റ് ആണ്. ഒന്ന്, ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ വരും, ബിക്കോസ് വി ആർ ലോഡിംഗ് ദ മണി. അബ്സല്യൂട്ട്ലി. രണ്ടാമത് ഈ ലോഡ് ചെയ്യുന്ന എമൗണ്ട് നമുക്ക് തിരിച്ചു വരിക. ഇത് ലോകത്ത് ആദ്യം നടക്കുന്ന കാര്യമാണ്. അപ്പൊ ഇത് വളരെ യുണീക്ക് ആണ്. അപ്പൊ ഇത് ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. അത് റീസെന്റ് സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ ഉള്ള പ്രമുഖ വെൻഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണ്? ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ ഇന്ത്യയിലുള്ള എല്ലാ ടോപ്പ് ബ്രാൻഡ്സും ഉണ്ട്, ഇൻക്ലൂഡിംഗ് ആമസോൺ. ദ ബിഗ്ഗസ്റ്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം തന്നെയാണ് ആമസോണും ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. Tata, Reliance, Titan, Bata, you name anything. കേരളത്തിലെ ഉള്ള കല്യാൺ ജുവല്ലേഴ്സ്, ജോയ് ആലൂക്കാസ് തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളൊക്കെ ഇതിനകത്ത് ഓൾറെഡി ഉണ്ട്. ഇനിയും കൂടുതൽ ബ്രാൻഡുകളായിട്ട് നെഗോഷിയേഷൻസും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരും വരും. ഒട്ടുമിക്ക എല്ലാ ബ്രാൻഡുകളും ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ. ഇതുവഴിയാണ് കസ്റ്റമർ യൂസർ ഇത് വാങ്ങിക്കുന്നെങ്കിൽ, പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് 100% ഒരു ക്യാഷ് ബാക്ക് 100% എൻഷുർഡ് ആണ്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ്, ഞങ്ങൾ കസ്റ്റമറുടെ ബൈയിങ് ബിഹേവിയർ മാറ്റുന്നില്ല. കസ്റ്റമർക്ക് എന്താണ് ആഗ്രഹം അവിടെ അത് വാങ്ങാം. അല്ല ചില പ്ലാറ്റ്ഫോമുകൾ ഇന്നത് വാങ്ങണം എന്ന് പറയില്ല. ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ ഇസ് എ വെൻഡർ ആഗ്നോസ്റ്റിക് പ്ലാറ്റ്ഫോമാണ്. അപ്പൊ കസ്റ്റമർക്ക് എന്താണ് തോന്നുന്നത് അദ്ദേഹത്തിന് അത് വാങ്ങാം. ഒപ്പം ഈ 100% വരെ ക്യാഷ് ബാക്കും. വെരി യുണീക് മോഡൽ. എല്ലാ ആൾക്കാരും ഇത് എത്തിക്കഴിഞ്ഞാൽ, എല്ലാ ആൾക്കാരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതൊരു എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന അത്ര രീതിയിലുള്ള this will change the way we look at digital commerce. ജസ്റ്റ് ആളുകൾ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. ഇത് വൺസ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ചേഞ്ച് ദ വേ പീപ്പിൾ ലുക്ക് അറ്റ് ബിസിനസ്. അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊറോണയാണെങ്കിലും ഹർത്താലിനാണെങ്കിലും ഈവൻ ഫ്ലഡ് ആണെങ്കിലും ആൾക്കാർ പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ ഷോപ്പ് ഓപ്പൺ ചെയ്തില്ലെങ്കിലും ഇൻകം ഉണ്ടാകും. കാരണം ആൾക്കാർ എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ എവിടുന്നെങ്കിലും വാങ്ങും, ഓൺലൈൻ ഓർ ഓഫ്ലൈൻ ഓർ എവിടുന്നെങ്കിലും വാങ്ങിയാൽ ഈ യൂപോസ് ലൈസൻസ് എടുത്ത ഒരാളുടെ ഇൻകം അഷ്യൂർഡ് ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ. കാരണം നിങ്ങൾക്ക് കസ്റ്റമർ ബേസ് ഉണ്ടെങ്കിൽ ഒരു യൂപോസ് ഓണർക്ക് ഒരു 100-100 മുകളിൽ കസ്റ്റമർ ബേസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവരൊക്കെ ഓൺലൈനോ ഓഫ്ലൈനോ ഏതെങ്കിലും തരത്തിൽ എവിടുന്നേലും പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ആ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ ഇപ്പൊ നിലവിലുള്ള ഒരു ഷോപ്പ് ക്ലോസ് ചെയ്ത് കിടക്കുന്ന സമയത്ത് പോലും ഇൻകം കിട്ടും എന്നുള്ളതാണ് ഇതിനകത്തെ സെക്യൂരിറ്റി. ബിസിനസ് ഓപ്പർച്യൂണിറ്റി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായ ആൾക്കാർ തീർച്ചയായിട്ടും ഇനി ആക്ഷൻ എടുക്കാൻ ഒരു താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മാത്രം മതി. നിങ്ങൾക്കുള്ള ഫുൾ ഇൻഫർമേഷൻസ്, അതേപോലെ തന്നെ ഈ പ്രൊഡക്റ്റിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ, അതേപോലെ തന്നെ ഫ്യൂച്ചർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ യൂപോസ് ആണെങ്കിലും ചാനൽ പാർട്ട്ണർ ആണെങ്കിലും നിങ്ങൾക്കുള്ള ബെനിഫിറ്റ്സ്, കാരണം ഓരോ കാറ്റഗറി ഓഫ് ആൾക്കാർക്കാണ് ഓരോ രീതിയിൽ വരിക. അപ്പോൾ നിങ്ങൾ എലിജിബിൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു കോൾ ബാക്കിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു നല്ല എക്സൈറ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.